ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇന്നത്തെ വീഡിയോ നമ്മുടെ തെരുത്താത്തയുടെ കുലിസിതങ്ങൾ, അതായത് വെടിപ്പുര ബീവിയുടെ കുലിസിതങ്ങൾ. അതിനു മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. കൈ കൂപ്പണം. ചെറിയൊരു റിക്വസ്റ്റ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർ കൂടി. അതായത് ഗായ്സ്, ഇന്നലെ രാത്രി തൊട്ടിട്ട് അരുണ് ഭയങ്കര തൂറ്റല്. അപ്പോൾ തൂറ്റലായിട്ട് ഞാൻ ഇവിടെ ഗവൺമെന്റ് ആശുപത്രി കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ പൈസ അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇവനെ മിംസിലോ ബേബി മെമ്മോറിയലിലോ കൊണ്ടുവച്ച് കാണിക്കും. അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം. എനിക്ക് വേണ്ടട്ടോ, ഞാൻ പിന്നെ ഇവന് തൂറി ആടെ നിന്നോട്ടെ എന്ന് വെച്ചാൽ ഞാൻ നോക്കിയൊന്നുമില്ലേ. പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനിയും അരുണേട്ടനെ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ ഈ പറയുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് പൈസ അയക്കാം. അതും 1-2 രൂപ അയക്കരുതേ. 50,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ ആയിട്ട് ഗൂഗിൾ പേ ചെയ്യാം. ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ 8848918005. എന്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല എനിക്ക് വട്ടായത്? അതൊന്നല്ല സംഭവം. നമ്മുടെ തെറിത്താത്ത ഉണ്ടല്ലോ, തെറിത്താത്ത ദേ ഈ കാണുന്ന അരുണേട്ടന്റെ പേരിൽ കേസ് കംപ്ലൈന്റ് ചെയ്യാൻ പോവാണ് പോലും. അതും ഹൈക്കോർട്ടിലൊക്കെ, അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ, അല്ലാതെ തെറിത്താത്തക്ക് വേണ്ടിയിട്ടല്ല. അതിന്റെ എന്താ പറയാ, വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് നമ്പറും IFSC കോഡും ഫോൺ നമ്പറും പോരായിട്ട് GPay നമ്പർ സഹിതം. അപ്പൊ അത് എന്തിനാന്നറിയോ? തെരുത്താത്തക്ക് നമ്മളാരും തെളിവുകൾ കൊടുക്കുന്നില്ലോ അല്ലെ. പക്ഷെ തെരുത്താത്ത എന്തുകൊണ്ട് ഈ 18 ആൾക്കാരുടെ പേരിൽ ഞാൻ പീഡന കേസ് കൊടുത്ത ഈ തെളിവുകൾ എന്താ തെരുത്താത്ത കൊണ്ടുവരാത്തെ? നിങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നില്ലേ? നിങ്ങളത് മാത്രം വലുതും നമ്മളത് മാത്രം ചെറുതും ഒക്കെ മോശല്ലേ തെരുത്താത്തെ? തെരുത്താത്തനെ പറ്റി പറഞ്ഞാ ഭയങ്കരം തെളിവുകൾ കൊണ്ടുതരണം, അതാക്കണം, ഇതാക്കണം, അവളെ വിശ്വസിക്കരുത്. ഈ തെരുത്താത്ത പറയുന്നത് 18 പീഡന കേസ് കൊടുത്തിട്ട് കാല് വെട്ടുന്നു. അല്ല, ഇത് നിന്റെ കാലല്ലേ? ഗായ്സ്, ഈ കാലെന്ന് കാണിച്ചു തന്നത് എന്തിനാന്നറിയോ? തെരുത്താത്തക്ക് 1.5 കാലാണെങ്കിൽ പോലും ഇവനെ 1.5 കാല് ആക്കും പോലും. അതും ഇവിടെ വന്നിട്ട് കണ്ടോളൂ ഗായ്സ്, കാല് കണ്ടോളൂ. അപ്പോ തെരുത്താത്തയോട്, അതായത് വെടിപ്പുര ബീവിയോട്, സ്ഥലം വരുന്നത് കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടി കുറുവങ്ങാട് അക്കുടയിട്ട്. അപ്പൊ അവിടെ വന്നിട്ട് തെരുത്താത്ത വെടിപ്പുര ബീവി വിളിച്ചാ മതി, ഞാൻ പുറത്തേക്ക് കാല് പൊക്കിങ്ങാന് എന്നാന്ന് പറഞ്ഞിട്ട് ഒരു കസേരയിൽ ഇരുന്ന് ഒരു സ്റ്റൂള് മുന്നിൽ വെച്ചിട്ട് കാല് നീട്ടി തരുന്നുണ്ട്. വെട്ടിയിട്ട് മോള് പോയി തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ വെട്ടി പോവാൻ പറ്റെങ്കിൽ പോവാം. പിന്നെ നാഗവല്ലിക്ക് കൊടുത്തതിന്റെ മാതിരി ഇങ്ങനെ വെട്ടി 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 എന്നുള്ളത് തൃപ്തിയാണ്. അത് പിന്നെ എക്സ്പീരിയൻസ് ആണ്. നമ്മളെ വെടിപ്പുര ബീവിക്ക് കണ്ണോ 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 എന്ന് പറയുന്ന വെടിപ്പുര ബീവി ചാളിക്കൊണ്ട് വേശി വെടിപ്പുര ബീവി. അതെ, വേശിയില് വേശി. അതെ, ഈ തെരുത്താത്ത എന്തുകൊണ്ടാണ് കേസ് കൊടുക്കുന്നതെന്ന് അറിയോ? തെരുത്താത്തക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല പോലും. ഈ തെരുത്താത്ത ഫസ്റ്റില് നമ്മളെടുത്ത് എന്ന് വെച്ചാൽ എന്നെ പണ്ടേ തൊട്ടേ ചൊറിയല് തുടങ്ങി. അപ്പൊ ചൊറിഞ്ഞപ്പോ ഞാനൊന്ന് മാന്തിക്കൊടുത്ത്. അപ്പൊ മാന്തിക്കൊടുത്ത സമയത്ത് തെരുത്താത്ത പറഞ്ഞൊരു ഡയലോഗ് എന്തായിരുന്നു എന്നറിയോ? നീ തോണ്ടിയത് തെരുത്താത്തേ അടി, ഇവിടെ വെച്ച് നിന്റെ ഊപ്പാടടക്കം ഇളക്കി മറയ്ക്കുന്ന് പറഞ്ഞ്. പിന്നെ ദേ ഒരു കാര്യം ഞാൻ പറയുന്നേക്കാ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറയും. കേസിന് പോകാൻ നിൽക്കരുതേ, ഇനിയിപ്പൊ നീ കേസിന് പോയാലും എനിക്ക് വേറൊരു ഫോൺ മേടിക്കണം എന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ തെരുത്താത്ത ഇപ്പൊ എന്റെ അരുണേട്ടന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോണ്. കേസ് കൊടുത്തിട്ട് ഇരിഞ്ഞാളാന്നുള്ള ഒരു വിചാരം നമ്മുടെ വെടിപ്പുര ബീവിക്കുണ്ട്. അത് എരന്നിട്ട് എടേ, തന്റെ ഉണ്ടെങ്കിൽ നീയും ഞാനും ഇവനൂടെയാണ് കളിക്കുന്നത്. നിന്റെ പൈസക്ക് കൊടുക്കണ കേസ്. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ പൈസക്കാ കൊടുക്കുക. ഞങ്ങള് പാവപ്പെട്ട സബ്സ്ക്രൈബറോട് ഇറന്നിട്ട് ഓരോ കൊണ്ട് പൈസ വാങ്ങിട്ട് കൊടുക്കുന്ന ആരും കൊടുക്കരുതെന്ന് ഞാൻ കൈ നനയാതെ മീൻ ദൈവം ഉണ്ടെങ്കിൽ അവളോടെ സ്വന്തം പൈസയില് വാദിക്കാം, അങ്ങനെ കൊടുക്കടി. അല്ലാതെ ഈ യൂട്യൂബിൽ അവളെ യൂട്യൂബ് കാണുന്ന ആൾക്കാരോട് പ്രത്യേകം പറയാണ്, വെറുതെ പൈസ കൊടുത്ത് നാറരുത്.
കാരണം ഭൂലോക വെടിയാണ് അവള്. വെടിച്ചെന്ന് പറഞ്ഞാൽ വെടി എന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സുണ്ട്. ഒരു ചിലപ്പോ പൈസ വാങ്ങിയിട്ട് 10-15 ആൾക്കാർ കൂടെ കിടക്കും. ഇത് കാണുന്ന പൊന്താത്ത വയസ്സന്മാരെ കൂടെ വരെ പോയിട്ട് കളയുന്ന വെടിപ്പുരക്ക് എന്ത് പറയാനാ. ഓളൊക്കെ നോക്കുന്ന ആൾക്കാര് 10-15 സേഫ്റ്റി ഇട്ടിട്ടും കാര്യമില്ല. എയ്ഡ്സ് വരാൻ എവിടെയും പോണ്ട. അജാതിയാണ് വെടിപ്പുര ബീവി. അതിന് എയ്ഡ്സ് ഒന്നും ഓളെ ഡാഡി എടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓളെ ഡാഡി എടുക്കൂല, പക്ഷെ ഓളെടുക്കും. അപ്പേ എന്നിട്ട് എന്റെ തോറ്റപ്പം നിനക്ക് കേസ് കൊടുക്കണം തോന്നിയോ? എന്നതടി അന്തസ്സുള്ളതാണ് കേസ് പറ്റുന്നില്ലേടെ? കേസ് കൊടുത്തിട്ട് നീ പറഞ്ഞ മാതിരി കാല് വെട്ടാൻ കൊയിരാണ്ടിക്കുക. നീ അല്ലേ പറഞ്ഞത് നിന്റെ നാട്ടിലേക്ക് എന്റെ കാലുണ്ടാവില്ല. വീട്ടുകാരറിഞ്ഞാല് എന്തോ ഉണ്ടാക്കൂന്ന് പറഞ്ഞല്ലോ. നിന്റെ വീട്ടുകാരോട് ഞാൻ അഡ്രസ് പറഞ്ഞു തന്നില്ലേ? നിന്റെ വീട്ടുകാരോട് ഇങ്ങോട്ട് വരാൻ പറ കുട്ടി. പിന്നെ തെരിത്താത്തനോടായിട്ട് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു തരാം. തെരിത്താത്ത വ്യക്തമായിട്ട് ഹെഡ്സെറ്റ് വെച്ച് ക്ലിയർ ആയിട്ട് കേട്ടോളൂ. ഏതെങ്കിലും ഒരു കാലത്ത് നീ എന്റെ പേരും പറഞ്ഞ് ഈ കൊയിലാണ്ടി പരിസരത്ത് കാല് കുത്തിയ പൊന്നാര മോളെ, ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ വാക്കറുമായിട്ട് വാ. 1.5 ആയ നിന്നെ 0 ആക്കാനും എനിക്കറിയാം കേട്ടോ. അത്രക്ക് വലിയ വ്യക്തിയാണ്. പിന്നെ വെടിപ്പുര ബീവി പറഞ്ഞ മാതിരി ഞങ്ങൾ ഇല്ലാത്ത ആരെ കൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അതേമാതിരി വെടിപ്പുര ബീവി ഒരു പീഡന കേസ് കൊടുത്തതിന്റെ പേരിൽ 18 പീഡന കേസ് കൊടുത്തു. അതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞതൊക്കെ പക്കാ ഫ്രോഡ്. ഈ പീഡനത്തിൽ തന്നെ വരൂലേ ഇമ്മിഞ്ഞിക്ക് തോണ്ടി എന്ന് പറഞ്ഞാല്? ഈ പൊടിമോൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പീഡന കേസ് പ്രതി. രണ്ടാമത്തത് അങ്ങനെ നേരെ 18 പോവാണ്. ഈ പറയുന്ന വെടിപ്പുരയ്ക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവളുടെ നാട്ടിൽ കേറാത്ത ഒരാണുങ്ങളും ഇല്ല. അത് പ്രായപരിധി വരെ നോക്കാതെ. അപ്പൊ അവളെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇത്രയേ ആൾക്കാർ കയറി ഇറങ്ങി മടുത്തതാ. എല്ലാം കൂടി മുഖം എല്ലാം കൂടി മറ്റേ ഈ നമ്മളെ പണ്ടത്തെ ഒരു ഹച്ചില് ഡോഗില്ലേ, അങ്ങനെ വോഡഫോണിന്റെ പരസ്യം. അതേമാതിരി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇതെല്ലാം കൂടി വെച്ചിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക. നമ്മളെ പെടലി ഇറക്കൂലെ ഇങ്ങനെ നടക്കുക. ഞാൻ വളരെ വ്യക്തമായും ശക്തമായും പറയുകയാണെങ്കിൽ എന്താ പറയുക, അച്യുതാനന്ദാണ്. പക്ഷെ അയാൾക്ക് ഒരു കഴിവുണ്ട്. ഇതിന് മറ്റേ കാര്യത്തിലാ കഴിവ്. എന്തായാലും 55-60 വയസ്സായിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മമ്മയുടെ പ്രായ. അമ്മമ്മയുടെ കാര്യം പറഞ്ഞ സമയത്ത് നീ ഞങ്ങളുടെ അമ്മേനെന്താടി മോളെ പറഞ്ഞത്? നീ നിന്റെ അമ്മേനെ പോലെയാണ് എല്ലാ സ്ത്രീകളും എന്ന് തെറ്റിദ്ധരിക്കല്ലേ വെടിത്താത്തെ? അല്ല, വെടിപ്പുര ബീവി പറഞ്ഞ തെറ്റൊന്നുമില്ല. ഓൾ എന്റെ അമ്മേനെ പറഞ്ഞ ഓളെ അമ്മ അങ്ങനെ നടക്കുന്നതുകൊണ്ടും ഓൾ അതിനെക്കാട്ടും വലിയ രീതിയിൽ നടക്കുന്നത് കൊണ്ടും ഇനി കേറാൻ ഒരാണുങ്ങളില്ലാത്ത നാടായിട്ട് പോലും ആ നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഇപ്പോ ടേബിൾ വെച്ച് പൊടിമോനും അത് കഴിഞ്ഞ് സൗന്ദര്യം കൂട്ടാൻ മറ്റേ അവനും കൂടി കുത്തിരുന്ന് ബുക്കിൽ എഴുതി വെക്കുക. ഇന്നാ രമേശൻ 500, രമണൻ അതെ 1000. 10,000 ഇല്ലല്ലേ? ഞാൻ വിചാരിച്ചു 10,000 ഏറിപ്പോയ 1000. അതിന് കൂടുതല. അതിലൊന്നും നമ്മളാരും പറഞ്ഞേക്കൂലേ? 1000-നൊക്കെ ഉണ്ടോ? 1000 കുറവാ. കുറവ് അല്ല, 1000 കൊടുക്കണ്ടേ? കാരണം ബെമ്പറും ഡിക്കൊക്കെ ഉള്ള അല്ലേ? അപ്പോ ഈ മെലിഞ്ഞ നത്തോലി പോലത്തെ സാധനം ഉണ്ടാക്കിയതാണ് ഈ വേഷന്. ഈ വേഷൻ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. പോലെയല്ല ഇവനിട്ട് 4 കെട്ടിയിട്ടില്ല. പിന്നെ ഇവന്റെ ആകത്ത് നിങ്ങൾക്ക് പറയുന്ന ഒരു കാര്യം എന്നെ കൊണ്ടുകൊണ്ട് എടുക്കുന്നല്ലേ? ഞങ്ങൾ ഇത് പബ്ലിക്കിന്റെ മുമ്പിലാ നടക്കുന്നത്, അല്ലാണ്ട് നിന്നെ പോലെ വിരിച്ചിട്ടാ നടക്കുന്നത്. വീട്ടിൽ ഒരുത്തനെ കയറ്റി പുറത്ത് സ്വന്തം ഉദ്യോഗസ്ഥനെ പുറത്ത് പറയിപ്പിച്ചിട്ട് എന്നിട്ട് അകത്ത് നിന്നും ഡിങ്കോളാസി നടത്തുന്ന വെടിപ്പുരയല്ല എന്റെ തള്ള. എന്റെ തള്ള എന്ന് പറഞ്ഞാൽ അന്തസ്സുണ്ട്. ഒരുത്തന്റെ കൂടെ കിടന്നുള്ളൂ. ആ ഒരുത്തന്റെ കൂടെ കിടന്നവനെ കൊണ്ട് കിട്ടിയതാണ് ഈ ഒരുത്തൻ, ഈ വേഷൻ. അതായത് വെടിപ്പുര ബീവിയുടെ ഭാഷയിൽ പറയുമ്പോൾ ഈ വേഷൻ ആ ഒരു വേശിയുടെ കൂടെ ആണെങ്കിൽ പോലും ആ വേശി ഒരുത്തന്റെ കൂടെ കിടന്നു.
അത് എന്റെ തന്തനെ. തെരിത്താത്തെ നിന്റെ മക്കളൊക്കെ വേഷനാണോ? രണ്ടാളും വേഷനാണ്. അത് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ തപ്പ് ചെയ്യാം. കാരണം സ്വന്തം അമ്മയെ മാറി പിടിക്കുന്നതും വേറെ വേറെ സ്ഥലത്ത് ചുംബിക്കുന്നതും അന്യ സ്ഥലത്ത് നിന്ന് കിടക്കുന്നതും സ്വന്തം കുളിച്ചു വന്നതിന് ശേഷം ഒരുമിച്ച് കിടക്കുന്നതും അതൊന്നും നമ്മൾ ചെയ്യാറില്ല. എന്റെ അമ്മേന്റെ അടുത്തൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഈ സ്ത്രീയുടെ മക്കളുടെ കൂടെ ഇടുന്ന വീഡിയോസ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി മക്കളെ. വെറും മോശം. ഈ സ്ത്രീയുടെ വികാര വിചാരങ്ങളൊക്കെ ആ പിള്ളേരുടെ മേത്ത് തന്തയില്ലല്ലോ പറയാൻ തക്കോണം. പോയതാണല്ലോ. ഒന്നൊന്നല്ലല്ലോ ഉള്ളത്. അപ്പം കുഴപ്പമില്ലല്ലോ. നിനക്ക് ചൊറിയാൻ പറ്റുമെങ്കിൽ ചൊറിഞ്ഞു പാടി. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് എന്താ വെച്ചാല്, ഞാൻ എന്റെ മക്കളെ കാണിക്കുന്നില്ലോലെ, നീ നിന്റെ മക്കളെ അന്തസ്സിന് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ മക്കളുടെ വാപ്പയുടെ പേര് പറയാത്തതിൽ എനിക്കെന്താ വിഷയം എന്നല്ലേ ചോദിച്ചത്. അപ്പൊ എന്റെ മക്കളെ കാണിക്കാത്തതിൽ നിനക്കെന്താടാ വിഷയോ? നീ എന്തിനാ അതൊക്കെ നോക്കുന്നത്? പിന്നെ നീ നിന്റെ കാര്യം നോക്ക. നിന്റെ തന്തേന്റെ തള്ളേന്റെ നിന്റെ കെട്ടിയോന്മാരുടെയും കാര്യങ്ങൾ നോക്കിയാ മതി. കണ്ടവരെ കാര്യം നോക്കിയിട്ട് അതില് പിശുക്ക് പറഞ്ഞിട്ടും എന്നിട്ട് അവരെ പേരിൽ കേസ് കൊടുത്തിട്ട് കണ്ടവരോട് ഇറക്കുന്ന നേരം കൊണ്ട് ഒറ്റക്കാലല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആക്ഷേപിച്ചു എന്ന് പറയുന്നത് കൊണ്ടും പറയാണ്. എന്നാ പിന്നെ പിച്ചെടുത്ത് ജീവിച്ചൂടെ? എന്നിട്ട് കേസ് കൊടുത്തൂടെ? പിന്നെ ഒരു സംശയം, ഞാനും എന്റെ ഭർത്താവും കൂടിയാണ് വീട് വെച്ചത് എന്ന് പറഞ്ഞു. ഏത് ഭർത്താവ്? അതിപ്പോ പറയാൻ പറ്റുന്നില്ല. ഇതിലൊന്നും തൊട്ട് നടുവല്ലായിക്കോട്ടെ. രണ്ടാമത്തെ അപ്പൊ തെരിത്താത്തയും രണ്ടാമത്തെ ഭർത്താവും കൂടി കേട്ടോ വീട് വെച്ചത്. അപ്പൊ നിങ്ങള് തെരിത്താത്തന്റെ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എന്റെ അരുണേട്ടന്റെ പേരിൽ കേസ് കൊടുക്കൂന്ന് പറഞ്ഞ ഒരു വീഡിയോയിനകത്ത് പറയുന്നുണ്ട്, ഞാനും എന്റെ ഭർത്താവും കഷ്ടപ്പെട്ടിട്ട് വീട് വെച്ചതാണ്. ഗോപാലൻ അല്ല വീട് വെച്ച് തന്നത്. വണ്ടി എടുത്തതും ഭർത്താവാണോലെ. അപ്പൊ ഏത് ഭർത്താവ്? നാലാമത്തെ ഒന്ന് തൊട്. ഇത് ചെറുത്. അപ്പൊ ചത്തുപോയ ഭർത്താവാട്ടോ കാർ എടുത്തത്. അപ്പൊ ഇതൊക്കെ ഈ ഭർത്താവ് എന്ന് പറയുമ്പോ നിനക്ക് ഭർത്താക്കന്മാരാണ്, ഭർത്താവല്ല. എന്നെ പോലെയുള്ള സ്ത്രീകൾക്കാണ് ഭർത്താവ്. നിനക്ക് ഭർത്താക്കന്മാര് എന്ന് പറയണം. അതാണ് തെരിത്താത്തെ നിനക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് വരുന്നത്. പിന്നെ നിനക്ക് മക്കളല്ല. അത് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് മക്കളുള്ളത് കൊണ്ട്. നീ ഷൊണ്ണകളാടി നിന്റെ മക്കള്, വെറും പിന്നെ ഇവള് പറഞ്ഞ മാതിരി ഇവിടെ മക്കളെ പറയുമ്പോ ഭയങ്കര മറ്റുള്ള മക്കള് കുണ്ടനടിക്കാൻ പോകുന്നതും ഓരെ കിടത്തി കൊടുക്കുന്നതും മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഓളെ ഫോട്ടോ മോർഫ് ചെയ്ത് വന്നതൊക്കെ ഉണ്ട് വീഡിയോസ്. ഒറിജിനലാണ് വന്നത്, അത് മോർഫ് ചെയ്ത് വന്നതാണെന്നും മറ്റേ ചിത്രങ്ങൾ ഉണ്ടെന്നും വീഡിയോസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതാക്കിക്ക്. എന്റെ പൊന്ന് വെടിപ്പോരെ, ഈ പറയുന്ന നടന്മാരും നടിമാരൊക്കെ ഉണ്ട്, പാവങ്ങളാണ്. അന്നത്തെ ഓർക്കുള്ള കഴിവാണ് ഒരു പുറത്തു വിടുന്നത്. അതിനെ ചൊല്ലി തന്നെ പല നായകന്മാർക്കും പലതും വന്നിട്ടുണ്ട്. ദിലീപ്, മോഹൻലാൽ, സുരേഷ് ഗോപി അവരതൊക്കെ ഉള്ളത്. അവരതൊക്കെ അവരെ മുതലെടുക്കാൻ വേണ്ടിട്ട് ചില സാമൂഹിക ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അതല്ലരു. അതേപോലെ ഞങ്ങളുടെ കണ്ണ് കണ്ണ് പൊടിയിട്ടു. ശരിക്കും ഞങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചു അത് മോർഫിങ് തന്നെ, അല്ലാതെ നിന്റെ ഒറിജിനൽ അല്ലടാ കുട്ടാ. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുണ്ടടാ കുട്ടാ. അപ്പൊ എന്നിട്ട് പോയിട്ട് എരന്നിട്ട് കേസ് കൊടുക്കാൻ പോവല്ലേ. അപ്പൊ നമ്മള് വെറുതെ നിക്കണോ? നമുക്കും കൊടുത്തൂടെ കേസ്? പിന്നെ അപ്പന ആക്കിയെടുക്കട്ടോ. അതിന് ചേച്ചി തയ്യാറാവും എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വയ്യടേ ഇതുങ്ങളോട് പറയാന്. എനിക്ക് വയ്യടേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴാണ് ഇനി അടുത്ത വീഡിയോ ഇടുന്നത്? അതേമാതിരി ഈ വെടിപ്പുര ബീവി പറഞ്ഞിട്ടുണ്ട്, ഒരു വേശിയെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു വേശിയുടെ മകന് സ്വന്തം തള്ള വേശിയായി ജീവിച്ചത് ഒരു തെറ്റാണോ വെടിപ്പുര ബീവി? നിന്റെ തള്ളയും നീയും ഭൂലോക വേശികളാണെന്നും ഭൂലോക വെടികളാണെന്നും നിങ്ങൾ ആ നാട്ടിലുള്ള കോയിൻ ബോക്സുകളാണ്. കോയിൻ ബോക്സ് എന്ന് വെച്ചാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 1 രൂപ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആരെയും വിളിക്കാം. ആ ഒരു രീതിയിലുള്ള പക്കാ ഫ്രോഡ് വേശികളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. രാത്രി കാലങ്ങളിൽ ബീവറേജിനെക്കാട്ടും ക്യൂ ആണ് നിങ്ങളുടെ വീട്ടിലെന്നും അവിടെ
12 മണി 11 മണി 1 മണി 2 മണി 3 മണി എന്നില്ലാതെ ആൾക്കാരുകൾ നിരന്തരം വന്ന് ഇറങ്ങി കേറി മേലിൽ പോവുകയാണെന്നും എല്ലാം അറിയാം. അതേമാതിരി നിങ്ങൾ എന്താ പറയാ ഒരു നാടകം തന്നെ രൂപീകരിച്ചിട്ടുണ്ടെന്നും മനസ്സിലായി. കാരണം വെടിപ്പുര ബീവിയുടെ ഉമ്മയുടെയും മോളുടെയും കഥകൾ കുൽസിത കഥകൾ എന്ന് വെച്ചാൽ സ്വന്തം അമ്മയും മോളും ഒരേ റൂമിലിരുന്ന് 2 വ്യക്തികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും ഒരു വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതുമായ കഥകൾ. ഈ ഒരു കഥ സാങ്കല്പികമായ വീഡിയോ എടുക്കുന്നത് സ്വന്തം പൊടിമോൻ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ സ്വന്തം തള്ളമാരെ പറ്റി പറഞ്ഞാൽ ഏതൊരു മക്കൾക്കും ചൂടാകുന്നതുമാതിരി തന്തയ്ക്ക് പറഞ്ഞ എനിക്കും ചൂടാവും. അതുകൊണ്ട് ഈ വെടിപ്പുര ബീവി എന്ന് പറയുന്ന ചളിക്കുണ്ട് പോലത്തെ സാധനത്തിന്റെ ചളിക്കുണ്ടിൽ ഒരു മരം വലിയൊരു കവുങ്ങ് വരെ ഇട്ടാൽ അത് വരെ അടിയിലേക്ക് ആണ്ടുപോകും. അമ്മാതിരിയാ ബെമ്പർ. ഡിക്കൊക്കെ കാണണം മക്കളെ ഓരോരോ ഷോർട്സിൽ ഡിക്കും ബെമ്പറൊക്കെ. ആ സ്ത്രീക്ക് നേരെ നിൽക്കാനുള്ള കോൺഫിഡന്റ് പോലും ഇല്ല ഗൈസ്. അപ്പൊ അതായത് പക്കാ വെടിസ്ത്രീയാ. പക്കാ വെടിസ്ത്രീ എന്ന് പറഞ്ഞാൽ അതിനത്ര വേറൊരു വെടിസ്ത്രീ ലോകത്തുണ്ടാവൂല. അപ്പൊ പ്രിയ പ്രേക്ഷകരോടായിട്ട് ഞാൻ പറയാം, നിലവാരം കുറഞ്ഞ് സംസാരിക്കുന്നതല്ല. ഈ സ്ത്രീ അങ്ങനത്തെ വീഡിയോസാണ് ഞങ്ങൾക്കെതിരെയായിട്ട് ഇടുന്നത്. നിലവാരം തൊട്ട് തീണ്ടാത്ത. എന്നിട്ടോ ഈ സ്ത്രീ കേസിന് പോവുകയാണ് പോലും. അതിന് മറ്റുള്ളവരോട് അതായത് അണ്ടിക്ക് ഉറപ്പില്ല ആളുകളോട് പറയുന്ന മാതിരി ഇവള് ചളിക്കുണ്ടിനെക്കാട്ട് അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് പറയുകയാണ്. ആദ്യം ഇവളിട്ട വീഡിയോയിൽ ഇവൾ പറഞ്ഞു കേസും കാര്യത്തിനൊന്നും ഞാൻ പോകില്ല, നേരെ ഇപ്പൊ പറയുന്നത് അവള് ക്യാസിന് പോകൂലെ. അല്ല ഈ വെടിപ്പുര പറഞ്ഞല്ല, ഈ വെടിപ്പുര പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവക്ക് ഇവിടെ സാമാനത്തിന് കടി തീർന്നില്ലോ അല്ലെ. അതായത് ഇവിടെ സാമാനത്തിന് കടി തീരുന്നില്ല ഇവർക്ക്. കണ്ട വയസ്സന്മാരെ വരെ, അതായത് 90-95 വയസ്സുള്ള വയസ്സന്മാരെ വരെ വീട്ടിൽ കയറ്റിട്ട് ഇവള് നക്കാനും ഇതാക്കാനും ഊമ്പാനും കൊടുക്കുന്നു എന്ന് ഇവള് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് സ്വന്തം ഈ വെടിപ്പുര ബീവി പറയുന്നതാണ് നക്കാനും താക്കാനും വയസ്സന്മാര് വരെ ഞാൻ വീട്ടിൽ കയറ്റിയിട്ടുണ്ട് എന്ന്. അപ്പൊ ആലോചിച്ചു വിവിയുടെ വീഡിയോയിൽ പറയുന്നതാട്ടോ. അതുമല്ല, ഞാനേ ഈ തെറിത്താത്തക്കൊരു ചെറിയൊരു ടിപ്പ് തരാം. തെറിത്താത്ത പറഞ്ഞല്ലോ, തെറിത്താത്തന്റെ ഇത് കടി തീരുന്നില്ല എന്ന്. കടി തീരുന്നില്ലെങ്കിൽ നല്ല കട്ടുറുമ്പുണ്ടാവും. അതിനെടുത്തിട്ട് ഷഡ്ഡിയുടെ ഉള്ളിലായിട്ട് കട്ടുറുമ്പ് വരെ കേറൂല. കാരണം അമ്മാര് ചളിക്കുണ്ട. ഈ വായല്ലേ, ഈ വായ അടി തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഉമിനീര് വരും. ഒരു എന്താ പറയാ നൂല് പോലെ. അതുവരെ അതിനകത്ത് കുത്തി കയറ്റി കഴിഞ്ഞാലും ആ വായന് ഫുള്ള് അതിനുള്ളിൽ കൂടി കയറിയിട്ട് വായ കുടിക്കുന്നു പോലും. അമ്മാര് ചളിക്കുണ്ട ഓള്. ഓളെ പേരെന്നെ നാട്ടിൽ എന്താ അറിയാറിയോ? അത് ഞാൻ ഇതിൽ പറയുന്നില്ല. വെടിപ്പുരയിൽ താമസിക്കും ബീവി എന്ന കഥ തന്നെ ഉണ്ട്. പിന്നെ വെടിപ്പുര ബീവിയോട് വേറൊരു കാര്യം കൂടി ഞാൻ പറയാണ്. ഞാനൊരു കഥ ഉണ്ടാക്കുന്നുണ്ട്. ആ കഥ ഡയറക്ഷൻ ആൻഡ് ക്യാമറ പ്രൊഡ്യൂസർ എല്ലാം ഞാൻ തന്നെയാണ്. കഥയുടെ പേര് വെടിപ്പുരയിലെ മാർത്താണ്ഡവർമ്മ കഥകൾ. അതായത് വെടിപ്പുരയിലെ മാർത്താണ്ഡവർമ്മ കഥകൾ. ഒരു മാർത്താണ്ഡനെ കുറിച്ച് ചെറിയൊരു ന്യൂസും ഞങ്ങൾക്ക് മാർത്താണ്ഡൻ ഞങ്ങളെ ലൈവില് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ വായിക്കാൻ കേട്ടോ. അപ്പൊ ഈ വെടിപ്പുര ബീവിയുടെ മാർത്താണ്ഡ കഥകൾ എന്ന് പറഞ്ഞ ന്യൂ റിലീസിംഗ് വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രമോയായിട്ട് ഞാൻ വരുന്നുണ്ട്. തെളിവല്ലേ വേണ്ട? തെളിവ് അത് നമുക്കങ്ങ് കൊടുത്തേക്കണേ. പിന്നെ ഈ ബീവിയുടെ വർത്താനമുണ്ട്. ഈ നിങ്ങൾക്ക് ഞാനീ പറയുന്നത് എൻ്റെ സ്ലാഗും എൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ല. ഞാനീ പറയുന്നത് തികച്ചും സാങ്കല്പികവും തികച്ചും എന്താ പറയാ ഒരു ഇതും ഇല്ലാത്തൊരു കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ഈ ഒരാൾ ആരാണെന്ന് അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കിയാൽ മനസ്സിലാവും എന്താണെന്ന്. ഈ ഒരു ചില ആംഗിളിലുള്ള ഒരു ആംഗിളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു വ്യക്തി കുളിസീന് കാണിച്ചു തരാമെന്നും പല രീതിയിലും പല ആൾക്കാരെ വിളിച്ച് സംസാരിച്ചതൊക്കെ ഉണ്ട്. ഇവരെ സെക്സി ലുക്കിലുള്ള സൗണ്ട് കണ്ണാ എന്റെ കണ്ണാ ഒന്ന്
പറഞ്ഞുള്ള ഒഴിപ്പിക്കല്ലേ. കാരണം ഈ വെടിമാരാണ് അങ്ങനെ സംസാരിക്കുക. അതിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അങ്ങനെ സംസാരിക്കുള്ളൂ. അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. കണ്ണാ എന്റെ കണ്ണാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന വെച്ചിട്ട് റിയാക്ഷൻ കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്തിനാണ് ആ തെറി ഈ ഏതെങ്കിലും തീട്ടം കോര കക്കൂസ് തോണ്ടിട്ട് ആരെങ്കിലും ജയിലിൽ കയറും? അല്ല, ജയിലിൽ കക്കൂസ് പൊളിച്ചിട്ട് ആരും ജയിലിൽ കയറൂല. ഇതാക്കുന്നതല്ല. അപ്പൊ ഇത് പിള്ളേരങ്ങാൻ കണ്ടാലോ? ഇതിനു മുമ്പ് ഇവരെ ഒരു ഫിജോ എന്ന് പറഞ്ഞൊരു ആള്, അവരെ വീട്ടില് വീടില്ല, സ്ഥലമില്ല, കാറില്ല, ബംഗ്ലാവില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ വീട്ടിൽ താമസിച്ച് അവരെ ഭർത്താവിനെ വശീകരിക്കാൻ നിന്നിട്ട് അവരെ വക ചെള്ളക്കുറ്റിക്ക് കിട്ടിയിട്ട് അവിടുന്ന് പുറത്ത് ചാടി പഞ്ചായത്ത് ഇറങ്ങി ഓടിയത്. കാരണം സ്വന്തം ഭർത്താവിനെ വീട്ടിൽ നിന്ന് തോണ്ടാൻ നോക്കിയാല് ആരായാലും പ്രതികരിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഫിജോ ജോസഫ്. അവരെന്നിട്ട് അവരെ എന്താക്കി ഇവിടെ നല്ല പിള്ള ചവഞ്ഞ് ഫിജോ ജോസഫിനെ ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം ഫിജോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി വളരെ ഡീസന്റും വളരെ നല്ലൊരാളുമായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അതുമല്ല, ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? 2K ഉള്ള ആൾക്കാരൊക്കെ ഈ സ്ത്രീയുടെ വീഡിയോ ഇടുന്നു നോട്ട് ചെയ്യുന്നുണ്ടോ അല്ലെ മക്കളെ? നോട്ട് ചെയ്യും. 2K ഉള്ള ആൾക്കാർ ഈ ഒരു വെടിപ്പുരനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാല് 4K 6K 7K 8K 10K ആവും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് കന്യാകുമാരി വരെ എല്ലാ വെടന്മാരെയും ഈ വെടിച്ചിക്കറിയാം. വയസ്സന്മാരെയും വയസ്സ് ഇനി പറയാനില്ലാത്ത കിളവന്മാരെ വരെ ഈ വെടിപ്പുരയ്ക്കറിയാം. എല്ലാരും കയറി ഇറങ്ങുന്ന മേനിയല്ലേ, അറിയാണ്ട് നിൽക്കുവോ? ഞാനങ്ങനെ ആലോചിക്ക് എങ്ങനെയാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. കാരണം പട്ടാഭിഷേകത്തിൽ ആന വരില്ല, പോം 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 എന്ന് പറഞ്ഞിട്ട് പട്ടാഭിഷേകത്തിൽ ആന വരുന്ന രംഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിലൊന്ന് കണ്ടു നോക്കുക. ഏതാണ് രംഗം? ബെമ്പറും ഡിക്കൊക്കെ വെച്ചിട്ട് വരുന്ന രംഗല്ലേ, അതേമാതിരി നാരായണത്ത് മാതൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംസ്കാരം പറഞ്ഞു പോകും ആരായാലും. അപ്പൊ ഈ ഒരു വേശി വരുന്നത് അങ്ങനെയാ. അപ്പോൾ അത് മതി നമുക്ക് വെടിച്ചിക്ക് കൊടുക്കേണ്ട മറുപടി. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാളും കൂടിയും വെടിച്ചിയുടെ വോയിസ് കൊടുത്തിട്ട് ചെയ്യണം. പിന്നൊരു കാര്യം, ഈ വെടിച്ചിക്ക് എന്റെ 2 കാലുണ്ടോ ദാദാ, ഈ കാലടിച്ചു പൊട്ടിക്കാൻ ഞാൻ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. എനിക്ക് സ്ഥലം അറിയില്ല, സ്ഥലം പറഞ്ഞില്ല, സ്ഥലം എനിക്ക് മനസ്സിലായില്ല, അറിയില്ല. പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താണ്. കാരണം സ്ഥലം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ സ്ഥലം അറിയില്ല. ഇങ്ങോട്ട് വരാം, കേസാക്കൂല. ഈ രാണപ്രഭു ഡയലോഗ് ഉണ്ട്, കേസാക്കൂല എന്ന് പറഞ്ഞിട്ടാണ് തല്ലിയ എന്നുള്ള രീതിയിൽ. എന്നിട്ട് കേസാക്കാൻ നിന്നാൽ അത് നമുക്ക് ആ വഴിക്ക് പോവാന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, കൊയിലാണ്ടി കുറുവങ്ങാട് IT അല്ല അക്കുഡേറ്റ് 4 റോഡിന്റെ അടുത്താണ് വീട്. ഇനിയിപ്പോ അഥവാ റോഡും വീടൊന്നും അറിയില്ലെങ്കിൽ കൊയിലാണ്ടി എത്തിച്ചൊന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. കേസും കാര്യം ആക്കൂല എന്ന് അങ്ങോട്ടും ഉറപ്പുള്ള കണക്ക് നാളെ കൂട്ടി വരാം. ഞാൻ ഒറ്റയ്ക്കാ വരാം. തന്തയ്ക്ക് പറഞ്ഞോളാണ്, ഇവിടെ ഭാഷ പറയാൻ ഡാഡിക്ക് പറഞ്ഞോളാണെങ്കിൽ വാ. ചങ്കൂറ്റുണ്ടെങ്കിൽ വെടിപ്പുര ബീവി വെടി വേശിയെ, തന്തയ്ക്കും തള്ളയ്ക്കുണ്ടായ വേശിയെ. അതെ, പിന്നെ പ്രിയ പ്രേക്ഷകരോടായിട്ട് ഇത്രയും പ്രഷർ കൂട്ടി ഇത്രയും തെറി വിളിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല. ഈ വെടിത്താത്ത എന്ന് വെച്ചാൽ തെറിത്താത്ത എനിക്ക് എതിരെയോ അല്ല, അരുണിനെതിരെ കംപ്ലൈന്റുമായിട്ട് പോവുകയാണെന്നും അതിന് സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞിട്ടും ചേച്ചിയുടെ ടൗസറിന്റെ ഏതോ ഒരു മൂലയിൽ ഓട്ട വന്നിട്ടുണ്ട്. ആ ഓട്ട അടിക്കാനുള്ള അടവാണ് ഈ കേസ് കഥ എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരും പറ്റിക്കപ്പെടുന്നോ പെടാത്തോ കൊടുക്കാത്തോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ നമ്മളെ പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ആ പെണ്ണുങ്ങൾക്ക് വയ്യോല്ലേ ഇനി വീഡിയോ ഇടാന്, അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് 10 രൂപ 10 രൂപ കിട്ടുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഇടാതെ നിൽക്കരുത്. അപ്പൊ നിനക്ക് ഇന്നക്ക് വയറ് നിറഞ്ഞത് ഉള്ളത് ആയി എന്ന് വിചാരിക്കുന്നത്. ഇനി ഞങ്ങള് ഒരു നാടക കഥയായിട്ട് വരുന്നുണ്ട്. നാടകത്തിന്റെ പേരെന്ന് പറഞ്ഞെടുത്ത് വെടിപ്പുര ബീവിയുടെ മാർത്താണ്ഡ മർമ്മക്കഥകൾ. അത് പിന്നെ പറയാം. പിന്നെ ഞാൻ ഈ പ്രേക്ഷകരോട് പറയാണ്, ഇതില് ഞാൻ പല രീതിയിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മോശമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രേക്ഷകരോട് ഞാൻ പറയാണ്, മാപ്പ് പറയാണ് ഞാൻ. കാരണം മാപ്പ് പറയാൻ കാരണം ഈ പ്രേക്ഷകരോട് മാത്രമാണ്. ഇത് കേൾക്കേണ്ട ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരോടും ഞാൻ മാപ്പ് പറയാണ്. കേൾക്കേണ്ട ആള് എന്ന് പറഞ്ഞാൽ വെടിപ്പുര ബീവിയും അവളെ മൂഞ്ചിയും നക്കിയും കൊടുക്കുന്ന ഡാഷ് മക്കൾക്കും മാത്രമായിട്ട്
കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള നല്ല മനസ്സരായ യൂട്യൂബേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ലൈക്ക് അടിക്കുന്നവരും ഷെയർ അടിക്കുന്നവരും നല്ല കമന്റ് ഇടുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ മാപ്പ് പറയാണ്. ഞാൻ പറഞ്ഞു പോയ തെറ്റിന് ഞാൻ നിങ്ങളോട് മാത്രമേ ഞാൻ മാപ്പ് പറയുന്നുള്ളൂ. ഈ വെടിയോടല്ല. കാരണം സ്വന്തം തള്ള വേശിയാന്നും വേശി 16 പേർക്ക് കിടന്നു കൊടുത്തിട്ടുണ്ടായതാണ് ഈ വേഷൻ എന്ന് പറയുമ്പോൾ ആർക്കായാലും സങ്കടം ഉണ്ടാവും. ആ ഒരു ഇതിൽ പറഞ്ഞതാണ്. അപ്പം ഈ വേശിക്കും വേശിന്റെ കൂടെ നിൽക്കുന്ന ചില നാണം കെട്ട അണ്ടിക്കുറപ്പില്ലാത്തോളം മൂഞ്ചി കൊടുക്കുന്ന ആൾക്കാർക്കും വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇട്ടത്. ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ മാപ്പ് പറയുന്നത്. അപ്പോ ഇവൻ ഇത്രയും പറഞ്ഞത് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഇവന്റെ അമ്മ 16 പേർക്ക് കിടന്നു കൊടുത്തിട്ടാണ് ഇവൻ ഉണ്ടായത് എന്ന് പറഞ്ഞപ്പം ഒരു മകന്റെ രോദനമാണ് നിങ്ങൾ കേട്ടത്. ശരിക്കും യൂട്യൂബ് ആയതുകൊണ്ടാണ് ഇതിൽ ഒതുക്കിയത്. അത് ഒരു പെണ്ണായതുകൊണ്ട് ഇല്ലേ അവന് ഇതല്ലെങ്കിൽ ഇങ്ങനല്ലായിരുന്നു. അപ്പൊ കൂടുതൽ ഞാൻ വളഞ്ഞ് മറ്റേ എന്താ പറയാ എലാസ്റ്റിക് പോലെ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് അപ്പൊ ഗൈസ് ഇത്ര മാത്രമേ. ടാറ്റാ ബൈ ബൈ.